എല്ലാവർക്കും നമസ്കാരം. ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചിത്തിര നക്ഷത്രക്കാർക്ക് 2025 വർഷം എന്തൊക്കെ ഗുണദോഷങ്ങളാണ് ഉണ്ടാകുന്നത് എന്നതിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. 2025 ആണ്ട് ചിത്തിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സമ്മിശ്ര അനുഭവങ്ങളുടെ കാലം ആയിരിക്കും. ജനുവരി മാസം ചിത്തിര നക്ഷത്രക്കാർക്ക് പൊതുവെ ഗുണകരമായ കാലം തന്നെയാണ്. ആരോഗ്യപരമായും അതുപോലെ തൊഴിൽപരമായും മറ്റും എല്ലാ രംഗങ്ങളിലും ഉണർവും അതുപോലെ സാമ്പത്തിക അഭിവൃദ്ധിയും ഒക്കെ ഉണ്ടാകുന്നതാണ്. ഊഹക്കച്ചവടം ചെയ്യുന്നവരെ അതുപോലെ എന്തെങ്കിലും ദല്ലാൾ ജോലിയൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ധാരാളം അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് ജനുവരി മാസത്തിൽ. ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കച്ചവട അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വിദ്യാഭ്യാസ പുരോഗതി, ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിലും അവർക്ക് ഗുണകരമായ മാസം തന്നെയാണ് ജനുവരി മാസം. ഫെബ്രുവരി മാസം അല്പം ചെറിയ മനക്ലേശങ്ങളൊക്കെ നിറഞ്ഞ സന്ദർഭങ്ങളിലൂടെയൊക്കെ കടന്നു പോകേണ്ടതായി വരുന്നതാണ്. വീട്ടിൽ നിന്ന് തന്നെ ചില ക്ലേശാനുഭവങ്ങളൊക്കെ ഉണ്ടായേക്കാം. എന്നാൽ ഒരു അഭിവൃദ്ധിയൊക്കെ ലക്ഷ്യമാക്കി പ്രവർത്തിച്ചാൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ സംഘടനാ തലത്തിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അവർക്ക് അർഹതപ്പെട്ട ഉയർച്ചകൾ നേടുന്നതിന് സാധിക്കുന്നതാണ്. കലാകാരന്മാർക്ക് ഒക്കെ പുതിയ അവസരങ്ങളൊക്കെ ലഭിക്കുന്നതുമാണ്. സാമ്പത്തിക നില ഒരു മീഡിയം ലെവലിൽ പോകുന്നതാണ് ഫെബ്രുവരി മാസം. മാർച്ച് മാസം ധാരാളം കഠിനാധ്വാനം ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിൽ ധാരാളം ഉണ്ടാകുന്നതാണ്. അതുപോലെ പല പുരോഗമന പ്രവർത്തികളിലും ഒക്കെ പ്രവർത്തിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. അതുപോലെ പൊതുരംഗത്ത് ഇറങ്ങി പ്രവർത്തിക്കാനുള്ള അവസരവും ഈ മാർച്ച് മാസം നിങ്ങളുടെ മുന്നിൽ ഉണ്ടാകുന്നതാണ്. സർക്കാർ ജോലിയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ജോലിക്ക് അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുന്നതാണ്. അതുപോലെ മറ്റ് ഏത് മേഖലയിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും ജോലിയിലൊക്കെ അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. എന്നാൽ ഈ ജോലി സ്ഥലത്ത് ചില അപ്രതീക്ഷിത കലഹങ്ങളൊക്കെ കൊണ്ട് ചില ബുദ്ധിമുട്ടുകൾ നേരിട്ടേക്കാം. അതുകൊണ്ട് ജോലി സ്ഥലം അല്പം ശ്രദ്ധിക്കണം. ജോലി സ്ഥലത്ത് മറ്റുള്ളവരോട് ഇടപെടുന്ന രീതി, അതുപോലെ ഉപയോഗിക്കുന്ന വാക്കുകൾ ഒക്കെ അല്പം ശ്രദ്ധിക്കേണ്ടതാണ് മാർച്ച് മാസം. ഏപ്രിൽ മാസം ചിത്തിര നക്ഷത്രക്കാർക്ക് വളരെ സങ്കീർണമായ കാലഘട്ടമായിരിക്കും. ഏപ്രിൽ മാസത്തിൽ ധാരാളം പ്രതിസന്ധികളെയൊക്കെ മറികടക്കേണ്ടതായി വരുന്നതാണ്. ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളെ, അതുപോലെ തൊഴിലിൽ ബുദ്ധിമുട്ട്, ക്ലേശങ്ങളെ, തൊഴിൽ സംബന്ധമായി ധാരാളം യാത്രകളൊക്കെ ഉണ്ടാകുന്നതാണ്. തൊഴിൽ സംബന്ധമായി ചിലവുകളൊക്കെ വർദ്ധിക്കുന്നതാണ്. എന്നാൽ ആ ചിലവിനനുസരിച്ച് ഉള്ള ഒരു വരുമാനത്തിൽ കുറവും അനുഭവപ്പെടുന്നതാണ്. അതുപോലെ യാത്രകൾ മൂലം ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാം. യാത്രയിലൊക്കെ ശ്രദ്ധക്കുറവ് നേരിട്ടാൽ എന്തെങ്കിലും അപകടമൊക്കെ വരാൻ സാധ്യതയുള്ളതിനാൽ യാത്രയിലൊക്കെ നല്ലതുപോലെ ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ആത്മീയമായി നീങ്ങേണ്ട ഒരു മാസം തന്നെയാണ് ഏപ്രിൽ മാസം. മെയ് മാസം പ്രയാസങ്ങൾ അല്പാൽപമായിട്ട് അകന്നു പോവുകയും ക്രമേണ നല്ല രീതിയിൽ പുരോഗതിയിലേക്ക് വരികയും ചെയ്യുന്നതാണ്. ബിസിനസ്സുകാർക്ക് കച്ചവട പുരോഗതി ഉണ്ടാകുന്നതാണ്. അതുപോലെ തൊഴിൽ സ്ഥലത്തെ ശാന്തി സമാധാനമൊക്കെ ലഭിക്കുന്നതാണ് മെയ് മാസത്തിൽ. അതുപോലെ വിവാഹമൊക്കെ ആലോചിക്കുന്നവർക്ക് പുതിയ ആലോചനകൾ വന്നു ചേരുകയും അത് നടക്കാനുള്ള സാധ്യതകൾ വർദ്ധിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃഷിയൊക്കെ വളരെ മെച്ചപ്പെട്ട നിലയിൽ കൊണ്ടുപോകാൻ സാധ്യതയാണ്. മെയ് മാസം പൊതുവെ ഐശ്വര്യവർദ്ധനവ് കൂടുതൽ ഉണ്ടാകുന്ന മാസമാണ്. ജൂൺ മാസത്തിൽ ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിലും അവർക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. തൊഴിൽ സ്ഥലത്ത് ശാന്തി സമാധാനമൊക്കെ ഉണ്ടാകുന്നതാണ്. അതുപോലെ കാർഷിക മേഖലയിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. നാൽക്കാലികളിൽ നിന്ന് ലാഭം ഉണ്ടാകുന്നതാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിലും മറ്റും ഉന്നത നേട്ടം ഉണ്ടാകുന്നതാണ്. അതുപോലെ ഉപരിപഠനത്തിനൊക്കെ ശ്രമിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് ഉപരിപഠനത്തിനുള്ള സാധ്യതകൾ മുന്നിൽ തെളിയുന്നതാണ്. അതുപോലെ സർക്കാരിൽ നിന്ന് പഠനത്തിനാവശ്യമായ ഫെലോഷിപ്പുകളൊക്കെ ലഭിക്കുന്നതാണ്. അതുപോലെ ലോണിനൊക്കെ അപേക്ഷിച്ച് വിദ്യാഭ്യാസ വായ്പയ്ക്കൊക്കെ അപേക്ഷിച്ചവരാണെങ്കിൽ വായ്പകളൊക്കെ ലഭിക്കുന്നതാണ്. എല്ലാ രീതിയിലും മെച്ചപ്പെട്ട ഒരു മാസം തന്നെയായിരിക്കും ജൂൺ മാസം. ജൂലൈ മാസവും ഗുണകരമായ മാസമാണ്. വിവാഹമൊക്കെ അന്വേഷിക്കുന്നവർക്ക് ഉചിതമായ ബന്ധങ്ങളൊക്കെ കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അതുപോലെ പ്രണയ സാഫല്യത്തിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. കർഷകർക്കും അതുപോലെ ഫാമൊക്കെ നടത്തുന്നവർക്കാണെങ്കിലും നല്ല ആദായം ലഭിക്കുന്നതാണ്. അതുപോലെ മത്സ്യകൃഷിയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അവർക്കും നല്ല ആദായം ലഭിക്കുന്നതാണ്.
എന്നാൽ ഈ മത്സ്യകൃഷിയൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ജലജന്യമായ എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതൊക്കെ അല്പം ശ്രദ്ധിക്കണം. ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. സാമ്പത്തികപരമായി നോക്കിയാൽ സാമ്പത്തികപരമായും ഗുണകരമായ മാസം തന്നെയാണ് ജൂലൈ മാസം. ആഗസ്റ്റ് മാസം അതായത് എന്തെങ്കിലും കാരണത്താൽ ജോലിയൊക്കെ സ്ഥിരമാകാതിരിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഒരു സ്ഥിര നിയമനങ്ങളൊക്കെ ലഭിക്കാവുന്നതാണ്. അതുപോലെ സാമൂഹികമായ സേവനങ്ങൾക്കൊക്കെ സമയം നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ് ആഗസ്റ്റ് മാസം. കാർഷിക രംഗത്തൊക്കെ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ കഴിയുന്നതാണ്. അതുപോലെ പുതിയതായിട്ട് എന്തെങ്കിലും ബിസിനസ്സൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവരുടെ ആഗ്രഹമൊക്കെ ഫലവത്താകുന്നതാണ്. അതുപോലെ ഈ പുതിയ ബിസിനസ് തുടങ്ങാനോ അല്ലെങ്കിൽ പുതിയ ഫാം തുടങ്ങാനോ ഒക്കെ ആയിട്ട് ലോണിനൊക്കെ അപേക്ഷിച്ച് നിലവിൽ ലഭിക്കാതിരിക്കുന്നവരാണെങ്കിൽ ഈ ഓഗസ്റ്റ് മാസങ്ങളിൽ അത് ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. വിവാഹമൊക്കെ ആലോചിച്ചിട്ട് നടക്കാതിരുന്നവരാണെങ്കിൽ ഓഗസ്റ്റ് മാസത്തിൽ വിവാഹം നടക്കുന്നതിനുള്ള സാധ്യതയുമുണ്ട്. സർക്കാരിൽ നിന്നൊക്കെയുള്ള എന്തെങ്കിലും ആനുകൂല്യമൊക്കെ ലഭിക്കാനുള്ളവരാണെങ്കിൽ സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ്. സെപ്റ്റംബർ മാസത്തിൽ കുടുംബവുമൊത്ത് തീർത്ഥാടന യാത്രകൾ പോകാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നതാണ്. അതുപോലെ വിനോദയാത്രകൾക്കുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നതാണ്. എന്നാൽ എന്തെങ്കിലും വസ്തുവൊക്കെ പണയം വെച്ച് ലോൺ എടുത്തിട്ടുള്ളവരാണെങ്കിൽ അതല്പം ശ്രദ്ധിക്കേണ്ടതാണ്. അതിനെന്തെങ്കിലും നിയമ നടപടികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനാൽ ആ കാര്യത്തിലൊക്കെ അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ മറ്റുള്ളവരോട് പൊതുവെ സമൂഹത്തിലൊക്കെ ഇറങ്ങി ഇടപെടുമ്പോൾ അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. എന്തെങ്കിലും തരത്തിലുള്ള നിയമക്കുരുക്കുകൾ അതുപോലെ പോലീസ് കേസുകളൊക്കെ വരാൻ ഇടയുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള പരാജയ ഭീതിയൊക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം. പലവിധ സമ്മർദ്ദങ്ങൾക്കും വിധേയനാകേണ്ടി വരുന്ന ഒരു മാസമാണ് സെപ്റ്റംബർ മാസം. സെപ്റ്റംബർ മാസം സാമ്പത്തികപരമായും ഒരു സമ്മിശ്ര ഫലം തന്നെ ആയിരിക്കും. വരവിനനുസരിച്ച് തന്നെ ചിലവും ഉണ്ടാകുന്നതാണ്. അതിനാൽ സെപ്റ്റംബർ മാസം എല്ലാ കാര്യത്തിലും അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. ഒക്ടോബർ മാസത്തിൽ ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. അതായത് തൊഴിൽ സംബന്ധമായ അനാവശ്യ യാത്രകൾ ഉണ്ടാകും. ഈ യാത്രകൾ സംബന്ധിച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഈ യാത്രകൾ നിമിത്തം പുറത്തു നിന്നൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ എന്തെങ്കിലും അണുബാധകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ ജോലി സംബന്ധമായ അലച്ചിൽ, കഷ്ടപ്പാടൊക്കെ അധികരിക്കുന്ന ഒരു സമയമാണ്. എന്നാൽ വിദേശ പഠനത്തിനോ അല്ലെങ്കിൽ വിദേശ ജോലിക്കോ ഒക്കെ ശ്രമിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഈ സമയത്ത് ഒക്ടോബർ മാസത്തിൽ അത് നടന്നു കിട്ടുന്നതാണ്. ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് നമുക്ക് പ്രതീക്ഷിക്കാതെ എന്തെങ്കിലും സ്ഥാനചലനമോ അല്ലെങ്കിൽ സ്ഥലം മാറ്റമോ അതുപോലെ പറഞ്ഞ പ്രവർത്തികൾ കൃത്യസമയത്ത് ചെയ്യാൻ സാധിക്കാത്തത് അതുമൂലം മേലുദ്യോഗസ്ഥരിൽ നിന്ന് എന്തെങ്കിലും ശാസനകളോ ഒക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. നവംബർ മാസം സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. അതുപോലെ വീട്ടിലെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ മനസ്സിനെയൊക്കെ അല്പം ബുദ്ധിമുട്ടിച്ചേക്കാം. അതുപോലെ അനാവശ്യമായ വാക്ക് തർക്കങ്ങളൊക്കെ വേണ്ടി വരുന്നതാണ്. തൊഴിൽ രംഗത്ത് എന്തെങ്കിലും അശ്രദ്ധയൊക്കെ കൊണ്ട് സംഭവിക്കാവുന്ന വീഴ്ചകൾക്കൊക്കെ വിധേയനാകേണ്ടി വരുന്നതാണ്. അതുപോലെ എന്തെങ്കിലും ലോണൊക്കെ ഉള്ളവരാണെങ്കിൽ ആ ലോൺ അടവുകളൊക്കെ മുടങ്ങാൻ ഇടയുണ്ട്. ബിസിനസ്സുകാരും അല്പം ശ്രദ്ധിക്കേണ്ട സമയമാണ്. സാമ്പത്തികപരമായും അല്പം ബുദ്ധിമുട്ടുകൾ നവംബർ മാസത്തിൽ ഉണ്ടായേക്കാം. ഡിസംബർ മാസം വസ്തു വാങ്ങാനുള്ള ആഗ്രഹ സാഫല്യമൊക്കെ കാണുന്നുണ്ട്. അതുപോലെ കാർഷിക സംബന്ധമായ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കാനിടയുണ്ട്. ഈ കഴിഞ്ഞ നവംബർ മാസത്തിൽ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾക്കൊക്കെ പരിഹാരമായി ഡിസംബർ മാസം വളരെ ഗുണപ്രദം തന്നെയാണ്. തൊഴിൽ പരമായ അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. വീട്ടിലെ സന്തോഷം, ഐശ്വര്യവർദ്ധനവൊക്കെ ഉണ്ടാകുന്നതാണ്. അതുപോലെ സാമ്പത്തിക നിലയും ഡിസംബർ മാസത്തിൽ മെച്ചപ്പെടുന്നതാണ്. ഏത് വഴിക്കും നിന്നും സഹായങ്ങളും സഹകരണങ്ങളും ഒക്കെ നാനാ വഴിക്കും നിങ്ങൾക്ക് ഡിസംബർ മാസത്തിൽ വന്നു ചേരുന്നതാണ്. ഡിസംബർ മാസം വളരെ ഗുണപ്രദമായ മാസം തന്നെയാണ്. ഇതാണ് നിങ്ങളുടെ 2025 ഗുണദോഷ ഫലങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.